എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കാലിൽ മരവിപ്പ്, അതുപോലെ പെരുപ്പ്, നമുക്ക് ഒരു വേദന, നീര്, ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് കാലുകളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി പേഷ്യൻസ് പറയുന്നതാണ്, പ്രത്യേകിച്ച് തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ കാലിൽ നീരുണ്ടാകുക, അതുപോലെ മരവിച്ചിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, അതുപോലെ അതിന് നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ നമുക്ക് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ, പ്രത്യേകിച്ച് മഴ സമയത്ത് തണുപ്പൊക്കെ വരുമ്പോഴാണ് സാധാരണയായി കാണാറുള്ളത്, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു 4-5 പ്രശ്നങ്ങൾ, അസുഖങ്ങൾ കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കാണാം. അതിലൊന്നെന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് ആർത്രൈറ്റിസ്, അതായത് വാദസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളിൽ നമുക്ക് ഫാക്ടർ റൊമാറ്റിക് ആർത്രൈറ്റിസ് ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരിൽ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ കാലിലോട്ട് മരവിപ്പ് വരിക, അതുപോലെ നമുക്കൊരു കാല് ചിലപ്പോൾ നമ്മൾ ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പൊക്കെ റിമൂവ് ചെയ്ത് പോയാൽ കൂടി അറിയാത്തൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാലിൽ നീര് നിൽക്കുക, കുറച്ച് സമയം നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ കാലിൽ സ്ഥിരമായിട്ട് നീര് കാണാറുണ്ട്. പിന്നെ അതുപോലെ വെരിക്കോസ് പോലെ ബുദ്ധിമുട്ടുള്ള, വെരിക്കോസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാരിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. കാല് ചെറുതായിട്ട് മരവിപ്പ് പോലെ വരിക, അതുപോലെ കാലിൽ ചെറിയ സ്വെല്ലിംഗ് ഉണ്ടാകുക, പിന്നെ നമുക്ക് ചെറിയ ചൊറിച്ചില്, കാല് കളർ ചേഞ്ച് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത സ്ഥലത്ത് കൂടുതലായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലും ഇതുപോലെയുള്ള അവസ്ഥ കാണാറുണ്ട്. കൂടുതൽ സമയം ഇപ്പോൾ ലേഡീസിലാണെങ്കിൽ കൂടുതൽ സമയം ഇപ്പോൾ തണുത്ത വെള്ളത്തിലൊക്കെ നിന്ന് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരിലും ഇതുപോലെയുള്ള മരവിപ്പ്, അതുപോലെ വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും വീട്ടിനകത്തും പുറത്തും നമ്മൾ ചപ്പൽ ഉപയോഗിക്കുക. അത് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽ നമ്മൾ നിർബന്ധമായിട്ടും ധരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചില ആൾക്കാർക്ക് കാല് നിലത്ത് കുത്താനായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ നമ്മൾ ചപ്പൽ യൂസ് ചെയ്യുക. രണ്ടെന്ന് പറയുന്നത്, നമ്മൾ കഴിവതും നമ്മൾ ഒത്തിരി തണുത്ത, ഇപ്പോൾ പ്രത്യേകിച്ചും AC ഒക്കെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് AC ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കഴിവതും നമ്മൾ അതിന്റെ തണുപ്പ് അവിടെ നിന്ന് നമ്മൾ അതിന്റെ സ്ഥലം മാറുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തണുപ്പടിക്കാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഫാനിന്റെ കാറ്റ് ഡയറക്റ്റ് കാലിലോട്ട് അടിക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ നമുക്ക് മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് എന്ന് പറയും, മസിൽ ഉരുണ്ട് കയറുന്ന പോലൊരു അവസ്ഥ, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരും ഈ പറഞ്ഞതുപോലെ ഒന്നി നമ്മൾ കാലിൽ തണുപ്പടിക്കാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കാലിൽ നമ്മൾ പ്രോപ്പറായിട്ട് സോക്സോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റോ എന്തെങ്കിലും വെച്ച് കാല് നന്നായിട്ട് കവർ ചെയ്ത് കിടക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഈ പ്രശ്നം ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പോ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട് കാല് കുറച്ച് സമയം മുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വേദന, മരവിപ്പ്, ഇങ്ങനെയുള്ളത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഓയിൽ മസാജ് അല്ലെങ്കിൽ ഓയിൻമെന്റ് എന്തെങ്കിലും വെച്ചിട്ടുള്ള മസാജിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സർക്കുലേഷൻ വരുവും, അതുപോലെയുള്ള പെരുപ്പ് അല്ലെങ്കിൽ മരവിപ്പ് ഇങ്ങനെയുള്ളത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ആർത്രൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ വെരിക്കോസിന്റെ പ്രശ്നമുണ്ടോ, ഇങ്ങനെയുള്ളത് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ചില ആഹാരങ്ങൾ നമ്മളൊന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് രാത്രി തൈര് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കഴിവതും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉലുവ, സ്ഥിരമായിട്ട് ഉലുവ ഇട്ട് വെള്ളം കുടിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് പോലെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ അത് എല്ലാ ദിവസവും കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതാണെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാലിന് ചെറിയ രീതിയിലുള്ള എക്സസൈസും മൂവ്മെന്റ്സും ഒക്കെ കൊടുക്കുന്നതും, നമുക്ക് കാല് സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ കൊടുക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ സർക്കുലേഷൻസും അതുപോലെ പെരുപ്പൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.